ഏവർക്കും നമസ്കാരം. ഞാൻ വിശാഖ് പാവുമ്പ. ചലഞ്ചറിൻ്റെ ഏറ്റവും പുതിയ ഒരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. മക്കളെ, നമ്മൾ ഇന്നും വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ക്ലാസ് കണ്ടവർക്കാണെങ്കിൽ മനസ്സിലാവും നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഇനി അത് കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം എന്ന് പറയുന്നു. വരാൻ പോകുന്ന 10th പ്രിലിംസിന് വേണ്ടി നമുക്ക് 20 ചോദ്യങ്ങളാണ് കണക്കിൽ നിന്നുള്ളത്. അവിടെ GKയും അതേപോലെ കണക്ക് മാത്രമേ ഉള്ളൂ, ഇംഗ്ലീഷോ മലയാളമോ പോലുമില്ല. അതുകൊണ്ട് തന്നെ 20 മാർക്ക് നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അത് ഒഴിച്ചുകൂടാൻ കഴിയാത്ത മാർക്കുമാണ്. ഓക്കെ, അപ്പം 20 മാർക്ക് ഉറപ്പിക്കാൻ ഒരു 20 വീഡിയോ ക്ലാസ്സുകളുമായിട്ട് ഞാൻ വരികയാണ്. അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. അതായത് ഉറപ്പുള്ള ചോദ്യങ്ങൾ, വലിച്ചുവാരി ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് പഠിക്കണം എന്ന് പറയുമല്ല, ഉറപ്പുള്ള ചോദ്യങ്ങൾ. മക്കളെ, ഒരു ടോപ്പിക്കിലെ ഉറപ്പുള്ള 2ഓ 3ഓ ചോദ്യങ്ങൾ മാത്രം എടുത്ത് ഒരു വീഡിയോ ചെയ്ത് അങ്ങനെയുള്ള 20 വീഡിയോ ക്ലാസ്സുകളുമായിട്ട് വളരെ ചുരുങ്ങിയ ഒരു 20 മിനിറ്റിനുള്ളിൽ തീരുന്ന 20 വീഡിയോ ക്ലാസ്സുകളാണ് നിങ്ങളോട്ട് എത്താൻ പോകുന്നത്. അപ്പോൾ ഇന്നും നിങ്ങൾക്ക് 1 മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ചോദ്യവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ പറയുന്ന ചോദ്യം ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും. ഒരു 90% ആൾക്കാർക്കും എന്തായാലും അറിയാമായിരിക്കും. ഇനി ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയാം. PSC എത്ര ചോദിച്ചാലും മടുക്കാത്ത ചോദ്യവും. നമ്മൾ എത്ര തവണ ഉത്തരം ശരിയാക്കിയാലും പിന്നെയും PSC ചോദിക്കുന്ന ചോദ്യമാണ്. അവർക്കിത് മടുക്കത്തില്ല. ഇനി മറ്റൊരു പ്രത്യേകത, നമുക്ക് ആദ്യമായിട്ട് പ്രിലിംസ് പരീക്ഷ എന്നൊരു പ്രാരംഭ പരീക്ഷ വന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പുതിയ പരിഷ്കാരം PSC കൊണ്ടുവന്നത് 2021-ലാണ്. 2021-ൽ 4 ഘട്ട പ്രിലിംസ് പരീക്ഷ നടന്നിരുന്നു. 4 ഘട്ടം. ആ 4 ഘട്ടത്തിലെ 3 ഘട്ടത്തിലും ചോദിച്ച ചോദ്യമാണ് മക്കളെ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഭാഗം കണ്ടിട്ട് സ്കിപ്പ് ചെയ്യരുത്. മക്കളെ, അവസാനം വരെ കാണണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് കിടിലൻ ഒരു ട്രിക്ക് ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് അവസാനം വരെ കാണുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം നേരുന്നു. വരാൻ പോകുന്ന 10th പ്രിലിംസ് ഉറപ്പായിട്ട് നമ്മൾ ക്രാക്ക് ചെയ്യും. തുടർന്നുള്ള നമ്മുടെ വീഡിയോ ക്ലാസ്സുകൾ ലഭിക്കുന്നതിനായിട്ട് ആരെങ്കിലും നമ്മുടെ ചലഞ്ചറിൻ്റെ PSC ചലഞ്ചറിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ചോദ്യം മക്കളെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന ടോപ്പിക്കിലെ ചോദ്യമാണ്. 2021-ലെ 10th പ്രിലിംസിന് PSC ചോദിച്ച ഒരു ചോദ്യമാണ് ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സമയവും ദൂരവും. മക്കളെ, ചോദ്യം ഇങ്ങനെയാണ്. ഒരാൾ എയിൽ നിന്ന് 35 km/h വേഗത്തിൽ സഞ്ചരിച്ച് ബിയിലെത്തുന്നു. തിരിച്ച് എയിലേക്ക് 15 km/h വേഗത്തിലും 2 യാത്രയ്ക്കും കൂടി 4 മണിക്കൂർ എടുത്താൽ എയും ബിയും തമ്മിലുള്ള ദൂരം എത്ര? ഇതാണ് ചോദ്യം. ഞാൻ പറഞ്ഞല്ലോ, 4 ഘട്ട പരീക്ഷയിൽ 3 ഘട്ടത്തിലും ചോദിക്കണമെങ്കിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഓക്കെ, ഇതാണ് ചോദ്യം. ഇത് കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ എങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞുതരാം. മക്കളെ, ഒരു 3 സെക്കൻഡ് സമയം കൊണ്ട് നമ്മൾ ഇതിന് ഉത്തരം ചെയ്യും. പക്ഷേ ഇത് ഉത്തരം ചെയ്യാൻ ഇതിനാവശ്യമായ മറ്റൊരു കുഞ്ഞു ഫാക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താം. അതായത് PSC സർവ്വസാധാരണമായിട്ട് എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം. എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം. ഇത് പരിചയപ്പെട്ടിട്ടേ നമുക്കത് പരിചയപ്പെടാൻ പറ്റുകയുള്ളൂ. ചോദ്യം ഇങ്ങനെയാണ്. ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് 60 km/h വേഗത്തിലും ബിയിൽ നിന്ന് തിരിച്ച് എയിലേക്ക് 40 km/h വേഗത്തിലും യാത്ര ചെയ്താൽ ആകെ യാത്രയുടെ ശരാശരി വേഗത എത്ര? പഠിച്ചിട്ടുള്ളതല്ലയോ ഈ ചോദ്യം? മക്കളെ, എപ്പോഴും PSC ആവർത്തിച്ചേ പോയിക്കൊണ്ടിരിക്കുക. സകലമാന, അതായത് നിങ്ങൾ എല്ലാ ലെവൽ പരീക്ഷ എഴുതിയാലും, 10th ലെവൽ എഴുതിയാലും, +2 ലെവൽ എഴുതിയാലും, ഡിഗ്രി ലെവൽ എഴുതിയാലും, ഏതെങ്കിലുമൊക്കെ വർഷത്തിൽ ഇത് പിന്നെയും ചോദിക്കാറുണ്ട്. ഡിഗ്രി നിലവാരത്തിൽ പോലും ഈ ചോദ്യം ചോദിക്കുന്നു എന്നുള്ളത് ഇന്നും കൗതുകകരമായൊരു കാര്യമാണ്. ശരി, നോക്കാം. സംഭവത്തിലുള്ള മക്കളെ, ഒരാൾ ആദ്യം എയിൽ നിന്ന് ബിയിലേക്ക് പോയത്ര 60 km/h വേഗത്തിലാണ്. ഇതെല്ലാവർക്കും ചെയ്യാൻ അറിയാം. അപ്പോൾ ഇതിൻ്റെ ഒരു ചുവട് പിടിച്ചാണ് നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞ കാണിച്ച ചോദ്യം ചെയ്യുന്നത്. 60 km/h വേഗത്തിൽ യാത്ര ചെയ്തു. തിരിച്ച് ബിയിൽ നിന്ന് മക്കളെ എയിലോട്ട് 40 km/h വേഗത്തിലും യാത്ര ചെയ്യുന്നു. എങ്കിൽ ആകെ യാത്രയുടെ ശരാശരി വേഗത എത്ര എന്നാണ് ചോദിക്കുന്നത്. ഒരാൾ മക്കളെ എയിൽ നിന്ന് ബിയിലോട്ട് 60 km വെച്ച് പോയി, തിരിച്ച് ബിയിൽ നെയിലോട്ട് 40 km വെച്ച് വന്ന്, ശരി, എങ്കിൽ ഈ ആകെ യാത്രയുടെ ശരാശരി വേഗതയാണ് കണ്ടുപിടിക്കേണ്ടത്. എല്ലാവർക്കും അറിയാം. സകലമാന ആൾക്കാർക്കും അറിയാം. PSC എന്ന് പറഞ്ഞ് നടക്കുന്ന എല്ലാ പിള്ളേർക്കും അറിയാവുന്ന ചോദ്യം ഇത് അല്ലേ?
എടാ ഒരുത്തൻ ആദ്യം എയിൽ നിന്ന് ബിയിലോട്ട് പോയി, തിരിച്ച് ബിയിൽ നിന്ന് എയിലോട്ട് വരുന്നു എങ്കിൽ ഇത് കണ്ടപ്പോഴേ മനസ്സിലായി, എടാ എ ടു ബി, ബി ടു എ രണ്ട് തുല്യ ദൂരങ്ങളല്ലേ? ആണ്. എ മുതൽ ബി വരെയും തിരിച്ച് ബി മുതൽ എ വരെയും എന്ന് പറഞ്ഞാൽ രണ്ട് തുല്യ ദൂരങ്ങളാണ്. അതേപോലെ എക്സ് മുതൽ വൈ വരെയും വൈ മുതൽ തിരിച്ച് എക്സിലോട്ടും രണ്ട് തുല്യ ദൂരങ്ങളാണ്. വീട്ടിൽ നിന്നും ഓഫീസ്, ഓഫീസിൽ നിന്നും തിരിച്ച് വീട് രണ്ട് തുല്യ ദൂരങ്ങളാണ്. തിരുവനന്തപുരം ടു കൊല്ലം, കൊല്ലം ടു തിരുവനന്തപുരം രണ്ട് തുല്യ ദൂരങ്ങളാണ് അല്ലേ? മക്കളെ രണ്ട് തുല്യ ദൂരങ്ങളാണ്. അത് വ്യത്യസ്തമായ വേഗതകളിൽ സഞ്ചരിച്ചാൽ, കണ്ടോ, വ്യത്യസ്തമായ വേഗതകളിൽ സഞ്ചരിച്ചാൽ ശരാശരി വേഗത കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം, എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്നത്. മക്കളെ കുറേ മാർഗമുണ്ട്, LCM ഒക്കെ എടുത്ത് നമ്മൾ ചെയ്യുന്ന മാർഗമുണ്ട്. പക്ഷേ ഇത് ഇങ്ങനൊരു ചോദ്യം ചോദിക്കുമ്പം എല്ലാവരുടെയും മനസ്സിലുള്ളത് അതാ നമ്മളും ചെയ്യുന്ന തൽക്കാലം. എന്നാൽ മൂന്ന് തുല്യ ദൂരങ്ങളൊക്കെ വന്നാൽ നമ്മൾ വേറെ മാർഗമൊക്കെ സ്വീകരിക്കാറുണ്ട്. തൽക്കാലം ഇപ്പോൾ രണ്ട് തുല്യ ദൂരങ്ങളുടെ കാര്യം നമ്മുടെ 10th പ്രിലിംസിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഓരോ ക്ലാസ്സിലും പറയുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് വീണ്ടും സാധ്യതയുള്ള ചോദ്യമാണ് ഇതിൻ്റെ അപ്പുറത്തെയും. അപ്പോൾ രണ്ട് തുല്യ ദൂരങ്ങളാണെങ്കിൽ മക്കളെ ശരാശരി വേഗത കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് 2AB by A plus B. പറ 2AB by A plus B. എടാ രണ്ട് തുല്യ ദൂരങ്ങളാണ് എങ്കിൽ ശരാശരി വേഗത കണ്ടുപിടിക്കാൻ ചെയ്യാൻ പറ്റുന്ന മാർഗം 2AB by A plus B. പറ 2AB by A plus B. പറ മക്കളെ 2AB by A plus B അല്ലേ? അപ്പോൾ എയും ബി എന്തുവാ? എയും ബി എന്ന് പറഞ്ഞാൽ പോയ വേഗതകൾ. എയും ബിയും എന്ന് പറഞ്ഞാൽ പോയ വേഗതകൾ. അപ്പോൾ ഒന്നുകൂടെ പറ, രണ്ട് തുല്യ ദൂരങ്ങളാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ശരാശരി വേഗത കണ്ടുപിടിക്കാൻ പറ്റുന്ന മാർഗം 2AB by A plus B. അപ്പോൾ ഞാൻ ഒന്ന് ചെയ്തു നോക്കാം. 2 ഗുണം എ എന്ന് പറഞ്ഞാൽ മക്കളെ 60, ബി എന്ന് പറഞ്ഞാൽ 40 ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 60 പ്ലസ് 40, 60 40 കൂട്ടിയാൽ 100. കണ്ണുടച്ച് ഈ ഒരു പൂജ്യവും ഈ ഒരു പൂജ്യം വെട്ടാം, ഈ ഒരു പൂജ്യവും ഈ ഒരു പൂജ്യം വെട്ടാം. 6 ഗുണം 4 24, 24 ഗുണം 2 48 എങ്കിൽ അയാളുടെ ശരാശരി വേഗത 48 കിലോമീറ്റർ പെർ അവർ ആണ്. 48 കിലോമീറ്റർ പെർ അവർ. ക്ലിയർ? ഇത് ഓക്കെ അല്ലേ? ഇതാണ് ശരാശരി വേഗത കണ്ടുപിടിക്കുന്ന മാർഗം. അപ്പോൾ ഒന്നുകൂടെ പറ, രണ്ട് തുല്യ ദൂരങ്ങൾ വന്നാൽ ശരാശരി വേഗത കണ്ടുപിടിക്കുന്നത് എങ്ങനെ മക്കളെ? 2AB by A plus B. 2AB by A plus B. ഓക്കെ ആണേ? ശരിതാ, അടുത്തൊരു ചോദ്യം കൂടെ. ചോദ്യം ചുരുക്കി എഴുതിയിരിക്കുക. ഒരാൾ എക്സിൽ നിന്ന് വൈയിലോട്ട്, കണ്ടോ, എക്സ് ടു വൈ 30 കിലോമീറ്റർ പെർ അവർ വേഗത്തിലും തിരിച്ച് വൈയിൽ നിന്ന് എക്സിലോട്ട്, എക്സിൽ നിന്ന് വൈയിലോട്ട് പോയി തിരിച്ച് വൈയിൽ നിന്ന് എക്സിലോട്ട് 20 കിലോമീറ്റർ പെർ അവർ വേഗത്തിലും സഞ്ചരിച്ചാൽ ആകെ യാത്രയുടെ ശരാശരി വേഗത എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ട് യാത്രയുടെയും കൂടെ ശരാശരി വേഗതയാണ് കണ്ടുപിടിക്കേണ്ടത്. എന്ന് പറഞ്ഞ മക്കളെ എക്സിൽ നിന്ന് വൈയിലോട്ട് 30-ൽ പോയി, വൈയിൽ നിന്ന് എക്സിലോട്ട് തിരിച്ച് 20-ൽ വന്ന് എങ്കിൽ പോയി വന്ന വേഗത എത്ര? അതിനെയാണ് നമ്മൾ ശരാശരി എന്ന് വിളിക്കുന്നത്. പോയി വന്ന വേഗത. എടാ അങ്ങോട്ട് 30-ൽ പോയി തിരിച്ച് 20-ൽ വന്ന് എങ്കിൽ ഇവൻ്റെ മൊത്തം യാത്രയുടെ ഒരു വേഗത പറയാൻ പറഞ്ഞാൽ അതിനെയാണ് നമ്മൾ ശരാശരി വേഗത എന്ന് പറയുന്നത്. എങ്കിൽ ശരാശരി വേഗത കണ്ടുപിടിക്കാൻ രണ്ട് തുല്യ ദൂരങ്ങളല്ലേ, നമ്മൾ എന്തുപയോഗിക്കും മക്കളെ? പറ 2AB by A plus B. പറയടാ 2AB by A plus B. അപ്പോൾ 2 ഗുണം എയുടെ സ്ഥാനത്ത് 30 ഗുണം ബിയുടെ സ്ഥാനത്ത് 20 അല്ലേ, ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 30 പ്ലസ് 20 50. ശരിതാ, ഈ ഒരു പൂജ്യവും ഈ ഒരു പൂജ്യവും വെട്ടാം. 5-നകത്ത് 5 ഒരു തവണ, 30-നകത്ത് 6 തവണ. ഇനി വെട്ടാനൊന്നുമില്ല. 2 × 6 12, 12 × 2 24 എങ്കിൽ അയാളുടെ ശരാശരി വേഗത 24 കിലോമീറ്റർ പെർ അവർ ആണ്. അയാളുടെ ശരാശരി വേഗത മക്കളെ 24 കിലോമീറ്റർ പെർ അവർ. ക്ലിയർ ആണോ? ഈ പറഞ്ഞ ഫാക്റ്റ് ഓക്കെ ആണോ? ഇത് മനസ്സിലായെങ്കിൽ മാത്രമേ ഞാൻ അടുത്ത പറയാൻ വരുന്ന കാര്യം മനസ്സിലാവുകയുള്ളൂ. ശരിതാ, വീണ്ടും അടുത്ത ചോദ്യത്തിലോട്ട് പോകുമ്പം നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയ ആ ചോദ്യമാണ്, അല്ലെങ്കിൽ ആ മോഡൽ ചോദ്യമാണ് ഇത്. ചോദ്യം ഇങ്ങനെ: ഒരാൾ എയിൽ നിന്നും, മക്കളെ 2021-ലെ പ്രിലിംസ് പരീക്ഷയുടെ ചോദ്യമാണ് കേട്ടോ. 2021 10th പ്രിലിംസ് കേട്ടോ. 2021 10th പ്രിലിംസ് പരീക്ഷയുടെ ചോദ്യമാണ്. ഓക്കെ, ഒരാൾ എയിൽ നിന്ന് 35 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ച് ബിയിലെത്തുന്നു. തിരിച്ച് എയിലേക്ക്, അപ്പോൾ ബിയിൽ നിന്നായിരിക്കുമല്ലോ, തിരിച്ച് എയിലേക്ക് 15 കിലോമീറ്റർ പെർ അവർ വേഗത്തിലും രണ്ട് യാത്രയ്ക്കും കൂടി 4 മണിക്കൂർ എടുത്താൽ എയും ബിയും തമ്മിലുള്ള ദൂരം എത്ര? ഓക്കെ,
എടാ ഒരാൾ ആദ്യം എവിടുന്ന മക്കളെ എയിൽ നിന്ന് ബിയിലോട്ട് 35 km/h വേഗത്തിൽ പോയി, തിരിച്ച് ബിയിൽ നിന്ന് എയിലോട്ട് 15 km/h വേഗത്തിൽ വന്നു. 2 യാത്രയ്ക്കും കൂടി 4 മണിക്കൂർ എടുത്താൽ എയും ബിയും തമ്മിലുള്ള ദൂരം എത്ര? ഞാൻ ആദ്യം ഇത് ശരിക്കും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നിട്ട് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് കട്ട് കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ഇതെങ്ങനെ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ കേട്ടു. അതിനെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി, ഒരുവൻ ആദ്യം എയിൽ നിന്ന് ബിയിലോട്ടല്ലേ മക്കളെ പോയത്? എത്രല്ല 35 km/h വേഗത്തിൽ എയിൽ നിന്ന് ബിയിലോട്ടാണ് പോയത്. ശേഷം ബിയിൽ നിന്നല്ലേ തിരിച്ച് എയിലോട്ട് വരുന്നത്? 15 km/h വേഗത്തിൽ ആണ്. അവിടം വരെ നിൽക്കട്ടെ. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? കഴിഞ്ഞ 2 ചോദ്യം കണ്ടതിൽ നിന്നും എന്ത് മനസ്സിലായി? എടാ ഒരുത്തൻ എയിൽ നിന്ന് ബിയിലോട്ട് 35 പോയി, തിരിച്ച് ബിയിൽ നിന്ന് എയിലോട്ട് 15 വരുന്നു. എടാ എ ടു ബി, ബി ടു എ എന്താ? 2 തുല്യ ദൂരങ്ങളാണ്. എടാ ഇവൻ അങ്ങോട്ട് 35 പോയി തിരിച്ച് 15 വരുന്നു എങ്കിൽ പോയി വന്ന വേഗത മക്കളെ, പോയി വന്ന വേഗത, എടാ പോയി വന്ന ശരാശരി വേഗത എത്ര എന്ന് കണ്ടുപിടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ലേ? പറ്റും. എന്തുപയോഗിച്ചാൽ മതി? പറ, എന്തുപയോഗിക്കണം? അതായത് ശരാശരി വേഗത കണ്ടുപിടിക്കാൻ നമുക്കറിയാം 2ab/a+b. 2ab/a+b ആണോ? 2ab/a+b. അപ്പം ദാ ഇവിടം വരെ തൽക്കാലം നമുക്കൊരു സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ആദ്യം ഒരാൾ എയിൽ നിന്ന് ബിയിലോട്ട് 35 പോയി തിരിച്ച് ബിയിൽ നിന്ന് എയിലോട്ട് 15 വരുന്നു എങ്കിൽ ആ പോയി വന്ന ശരാശരി വേഗത കണ്ടുപിടിക്കാൻ 2ab/a+b. അപ്പോൾ 2 ഗുണം എയുടെ സ്ഥാനത്ത് 35 ഗുണം ബിയുടെ സ്ഥാനത്ത് 15. ഓക്കെ, 35 ഗുണം 15 ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി. 35 + 15, 35 + 15 മക്കളെ 50. 5 കൊണ്ട് വെട്ടാം. 50-നകത്ത് 5 10 വെട്ടാം. 35-നകത്ത് 5 7 വെട്ടാം. വീണ്ടും 5 കൊണ്ട് വെട്ടാം. 10-നകത്ത് 5 2 വെട്ടാം. 15-നകത്ത് 5 3 വെട്ടാം. ഈ രണ്ടും കൂടെ വെട്ടാം. 7 ഗുണം 3 21. അതായത് അവൻ്റെ ശരാശരി വേഗത മക്കളെ 21 km/h. എടാ ഇവൻ അങ്ങോട്ട് 35 പോയി തിരിച്ച് 15 വരുന്നു എങ്കിൽ അവൻ പോയിട്ട് തിരിച്ച് വന്ന, എടാ പോയി വന്ന വേഗത, പോയത് 35 വന്നത് 15 എങ്കിൽ പോയി വന്ന വേഗത 21 km/h ആണ്. ഇതൊക്കെയാണോ? ഇവൻ ആകെ യാത്ര ചെയ്തത് 21 km/h ആണ്. എടാ ഇവൻ ആകെ യാത്ര ചെയ്ത് 21 km/h. ക്ലിയർ? എന്ന് പറഞ്ഞാൽ എടാ മൊത്തത്തിൽ അവൻ പോയി വന്നത് മണിക്കൂറിൽ 21 km വെച്ചിട്ടാണ്. മൊത്തത്തിൽ അവൻ പോയി വന്നത് 1 മണിക്കൂറിൽ 21 km വെച്ചിട്ടാണ്. ഓക്കെ ശരി, ഇനി പറ. ഇപ്പം നമുക്ക് അവൻ്റെ ശരാശരി വേഗത കിട്ടി. അങ്ങോട്ട് പോയതിൻ്റെയും തിരിച്ചു വന്നതിൻ്റെയും കൂടെ ശരാശരി വേഗത എന്ന് പറഞ്ഞാൽ മണിക്കൂറിൽ ഇത്ര കിലോമീറ്റർ വീതം പോകുന്നതാണ്. എങ്കിൽ നിങ്ങൾ പറ, ഇവൻ 2 യാത്രയ്ക്കും കൂടി മക്കളെ 4 മണിക്കൂർ എടുത്തു എന്നല്ലേ പറയുന്നത്? 2 യാത്രയ്ക്കും കൂടി നമുക്ക് മനസ്സിലായി. 2 യാത്രയ്ക്കും കൂടി അവൻ എടുത്തത് ശരാശരി 21 km വെച്ചാൽ 21 km/h. ഇനി 2 യാത്രയ്ക്കും കൂടി അവൻ 4 മണിക്കൂർ എടുത്തെന്ന് പറയുന്നു. മകളെ 2 യാത്രയ്ക്കും കൂടി എടുത്ത ശരാശരി നമ്മുടെ കയ്യിലുണ്ട്. അതായത് അതിൻ്റെ അർത്ഥം എന്തുവാ? 1 മണിക്കൂറിൽ 21 km വെച്ച് പോകുന്ന. എടാ 1 മണിക്കൂറിൽ 21 km വെച്ച് പോകുന്ന അല്ലേ? അപ്പം 1 മണിക്കൂറിൽ 21 km വെച്ച് പോകുന്നവൻ അന്ന് മൊത്തം 4 മണിക്കൂർ യാത്ര ചെയ്തെന്നില്ലേ പറഞ്ഞത്? മൊത്തം അവൻ അന്ന് സഞ്ചരിച്ചത് 1 മണിക്കൂറിൽ 21 km വെച്ചിട്ടാണ്. അന്ന് അവൻ 1 മണിക്കൂറിൽ 21 km വെച്ചാണ് സഞ്ചരിച്ചത്. അന്ന് മൊത്തം 4 മണിക്കൂർ സഞ്ചരിച്ചില്ലേ? എങ്കിൽ അവൻ സഞ്ചരിച്ച ആകെ ദൂരം കണ്ടുപിടിക്കാൻ എന്തോ മാർഗം? ആകെ ദൂരം കണ്ടുപിടിക്കാൻ അവൻ സഞ്ചരിച്ച നമുക്കറിയാം DTS നമ്മൾ പഠിച്ചിട്ടുണ്ട്. DTS പറ. ഇവൻ സഞ്ചരിച്ച സ്പീഡ് നമുക്കറിയാം. ഇവൻ സഞ്ചരിച്ച സ്പീഡ് അറിയാം. ആ സഞ്ചരിക്കാനെടുത്ത ടൈമും അറിയാം. എങ്കിൽ സഞ്ചരിക്കാനെടുത്ത ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചുകൂടെ? കണ്ടുപിടിക്കാം. ടൈം ഇൻറ്റു സ്പീഡ് ചെയ്താൽ മതി. അപ്പോൾ പറ, അവൻ്റെ സ്പീഡ് അന്ന് എത്ര ആയിരുന്നു? മണിക്കൂറിൽ 21 km വെച്ചായിരുന്നു. മണിക്കൂറിൽ 21 km വെച്ചിട്ട് അങ്ങനെ എത്ര മണിക്കൂർ യാത്ര ചെയ്ത്? എടാ സ്പീഡ് അവൻ്റെ 21 ആയിരുന്നു. അങ്ങനെ എത്ര മണിക്കൂർ മൊത്തം യാത്ര ചെയ്ത്? 4 മണിക്കൂർ. എങ്കിൽ അന്ന് അവൻ യാത്ര ചെയ്ത മുഴുവൻ ദൂരം എന്ന് പറഞ്ഞാൽ മക്കളെ 84 km അല്ലേ? 84 km. ശരിയാണോ? അപ്പോൾ മനസ്സിലായി, അന്ന് അവൻ യാത്ര ചെയ്ത മുഴുവൻ ദൂരം 84 km. ഒന്നുകൂടെ പറയാം, അവൻ പോയി വന്ന വേഗത 21 km. പോയി വന്ന സമയം 4 മണിക്കൂറാണ്. പോയിട്ട് വന്ന സമയം മൊത്തം 4 മണിക്കൂറാണ്. അപ്പോൾ പോയി വന്ന വേഗതയെ പോയി വന്ന സമയം കൊണ്ട് ഗുണിച്ചാൽ അവൻ പോയി വന്ന ദൂരമല്ലേ കിട്ടുന്നത്?
അതായത് പോയതും വന്നതുമായ ദൂരമല്ലേ കിട്ടുന്നത്? ആണ്. പോയതും വന്നതുമായ ദൂരം കിട്ടും. നമുക്ക് വേണ്ടതോ മക്കളെ? നമുക്ക് വേണ്ടതോ ഒരു ദൂരം മാത്രം മതി. ഇത് പോകാനും തിരിച്ചു വരാനും കൂടി എടുത്ത ദൂരമാണ് 84 കിലോമീറ്റർ. എങ്കിൽ ഒരു ദൂരം കണ്ടുപിടിക്കാൻ ഈ 84ന്റെ പകുതി എടുത്താൽ മതി. കാര്യം നമുക്കറിയാം 2 തുല്യ ദൂരങ്ങളല്ല അല്ലടാ. ആണ്. എങ്കിൽ 84ന്റെ പകുതി 42 കിലോമീറ്റർ. ഇതാണ് നമ്മുടെ ശരി ഉത്തരം. ഇതാണ് നമ്മുടെ ശരിയായ ഉത്തരം. എങ്കിൽ ഒരു ദൂരം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ A to B 42 കിലോമീറ്റർ ആണ്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ സാധനം ഇങ്ങനൊന്നും ചെയ്യാതെ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരട്ടെ. കണ്ടു. നമ്മൾ ആദ്യം ചെയ്തത് എന്തോ മക്കളെ? നമ്മൾ ആദ്യം ചെയ്തത് ശരാശരി വേഗത കണ്ടുപിടിച്ച് 21 കിലോമീറ്റർ പെർ അവർ എന്ന് കണ്ടുപിടിച്ച്. അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഏത് സമവാക്യം ഉപയോഗിച്ചു? 2AB/A+B ആണോ? 2AB/A+B എന്ന സമവാക്യം ഉപയോഗിച്ചു. മക്കളെ 2AB/A+B ഉപയോഗിച്ചു. അപ്പോഴല്ലേ നമുക്ക് 21 കിലോമീറ്റർ കിട്ടിയത്? ആണ്. അപ്പോഴാണ് നമുക്ക് 21 കിലോമീറ്റർ കിട്ടിയത്. ശരാശരി കിട്ടിയേ. അപ്പം ഇത് ചെയ്താൽ കിട്ടുന്നില്ലയോ ശരാശരി? ഇത് ചെയ്താൽ കിട്ടുന്നതല്ലേ മക്കളെ ശരാശരി വേഗത? ശരാശരി വേഗത. ശേഷം ശരാശരി വേഗത കിട്ടിയ ശേഷം നമ്മൾ ശരാശരി വേഗതയെ അഥവാ സ്പീഡിനെ ടൈം കൊണ്ട്, ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ടൈം കൊണ്ട് ഗുണിച്ച്. ശരിയാണോ? എടാ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ചെയ്താൽ കിട്ടുന്ന സംഖ്യയാണ് 21. അപ്പം ഇത് എന്നങ്ങ് വിചാരിക്കാമല്ലോ. 2AB/A+B നമ്മൾ എന്തുകൊണ്ട് ഗുണിച്ചു? 4. 4 എന്തുവാ? ടൈം. അപ്പം മക്കളെ നമ്മൾ ഇവനെ ടൈം കൊണ്ട് ഗുണിച്ചില്ലേ? ടൈം കൊണ്ട് ഗുണിച്ചു. ശരാശരി വേഗത കണ്ടെത്തി. ശേഷം ആ ശരാശരി വേഗതയെ സമയം കൊണ്ട് ഗുണിച്ചു. അങ്ങനെ ഗുണിച്ചപ്പോൾ മക്കളെ നമുക്ക് ആകെ ദൂരം കിട്ടത്തില്ലേ? അങ്ങോട്ട് പോയ ദൂരവും തിരിച്ചു വന്ന ദൂരവും 2 ദൂരം കൂടെ അല്ലേ കിട്ടിയത്? അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയ ദൂരമുണ്ട്, തിരിച്ചു വന്ന ദൂരമുണ്ട്. ശേഷം നമ്മൾ എന്തോ ചെയ്തേ? എടാ ആ ആകെ ദൂരത്തിൻ്റെ പകുതി എടുത്ത് എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഹരിച്ച് ഒരു ദൂരം മാത്രമാക്കി അല്ലേ? അപ്പം മക്കളെ ഇവനെ മൊത്തത്തിൽ നമുക്ക് 2 കൊണ്ട് ഹരിക്കണം. ശരിയാണോ? ഇവനെ മൊത്തത്തിൽ നമുക്ക് 2 കൊണ്ട് ഹരിക്കണം. 2 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിച്ചാൽ മതി. നമുക്കൊരു സംഖ്യയെ 2 കൊണ്ട് ഹരിക്കണമെങ്കിൽ അതിൻ്റെ വിൽക്രമമായ 1/2 കൊണ്ട് ഗുണിച്ചാൽ മതി. നമുക്കൊരു സംഖ്യയെ 3 കൊണ്ട് ഹരിക്കണമെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കലായ 1/3 കൊണ്ട് ഗുണിച്ചാൽ മതി. നമുക്കൊരു സംഖ്യയെ 10 കൊണ്ട് ഹരിക്കണമെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കലായ 1/10 കൊണ്ട് ഗുണിച്ചാൽ മതി. എങ്കിൽ എനിക്ക് ഇതിനെ മൊത്തത്തിൽ മക്കളെ 2 കൊണ്ട് ഹരിക്കണം. കാരണം എന്താണെന്ന് ആലോചിച്ചോ ഒന്നുകൂടെ. ആദ്യം ശരാശരി വേഗത കണ്ടെത്തി ഇതുപയോഗിച്ച്. അത് കണ്ടുപിടിച്ചിട്ട് അതിനെ സമയം കൊണ്ട് ഗുണിച്ചപ്പം കിട്ടിയത് ആകെ ദൂരം. ഇനി ആകെ ദൂരത്തിൻ്റെ പകുതി എടുക്കുന്നു. പകുതി എടുത്താൽ ഒരു ദൂരം മാത്രം കിട്ടും. അപ്പോൾ പകുതി എടുക്കുക എന്ന് പറഞ്ഞാൽ 1/2 കൊണ്ട് ഗുണിച്ചാൽ മതി. നമുക്കറിയാം താഴെ ഒരു 2 ഉണ്ട്, മുകളിലും 2AB എന്ന് പറഞ്ഞാൽ മക്കളെ 2 ഗുണം A ഗുണം B ഗുണം T ഗുണം 1/2 എന്നാണ്. അപ്പം മുകളിൽ എല്ലാവരെയും ഗുണിച്ചിരിക്കുക. മുകളിൽ എല്ലാവരെയും ഗുണിച്ചിരിക്കുക. അപ്പോൾ താഴത്തെ 2 മുകളിലത്തെ 2 കൂടെ വെട്ടിക്കളയാം. പിന്നെ എന്ത് മാത്രം? AB/A+B ഇൻറ്റു T. AB/A+B ഇൻറ്റു T. അതിനെ ഞാനൊന്ന് അറേഞ്ച് ചെയ്യുമ്പം മക്കളെ AB ഈ ടിയെ നേരെ മേളിലും ഗുണിക്കുക. ABT കണ്ടോ? ABT/A+B. പറയടാ ABT/A+B. ABT/A+B. ഇതാണ് മക്കളെ ഒരു ദൂരം മാത്രം. നിങ്ങൾ ഈ സ്റ്റെപ്പുകളൊന്നും ചെയ്യണ്ട. ഒറ്റയടിക്കുക ഇവനെ ചെയ്താൽ എന്ത് കിട്ടുന്നോ അതാണ് ഒരു ദൂരം. ഇവനെ ചെയ്താൽ മതി. ABT/A+B. മക്കളെ ABT/A+B. ABT/A+B. ശരി, ഞാനത് ചെയ്ത് കാണിച്ചു തരട്ടെ. ABT/A+B ചെയ്താൽ ഇത് തന്നെ കിട്ടുമെന്ന് ഞാൻ ചെയ്ത് കാണിച്ചു തരട്ടെ. അതിന് ഇത്രയേ ഉള്ളൂ. ഇവൻ ആദ്യം പോയത് എത്തല്ല മക്കളെ? ആദ്യം പോയത് 60. ശരിയല്ലയോ? ഇവൻ ആദ്യം പോയത് എത്തല്ല? 60. 35. തിരിച്ചു വന്നത് 15. രണ്ടിനും കൂടി 4 മണിക്കൂർ എടുത്തെന്നാണ് പറയുന്നത് അല്ലേ? രണ്ടിനും കൂടി 4 മണിക്കൂർ എടുത്തു. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ സമവാക്യം ഇത്രയേ ഉള്ളൂ. ABT/A+B. ABT/A+B. അപ്പം A എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയ വേഗത 35. B എന്ന് പറഞ്ഞാൽ തിരിച്ചു വന്നത് 15. T എന്ന് പറഞ്ഞാൽ ചോദ്യത്തിൽ തന്നിരിക്കുന്ന 4 മണിക്കൂർ. A+B എന്ന് പറഞ്ഞാൽ 35 + 15 50. കഴിഞ്ഞു. വെട്ടാം. 5 കൊണ്ട് വെട്ടുമ്പം ഇവിടെ 10 വെട്ടാം. 5 കൊണ്ട് വെട്ടുമ്പം ഇവിടെ 7 വെട്ടാം.
വീണ്ടും 5 കൊണ്ട് കിട്ടുമ്പം 10-നകത്ത് 5 2 വട്ടം, 15-നകത്ത് 3 വട്ടം, വീണ്ടും 2 കൊണ്ട് വെട്ടാൻ 2-നകത്ത് 2 ഒരു തവണ, 4-നകത്ത് 2 തവണ, 7 3 21, 21 2 42. 42 കിലോമീറ്ററാണ് ഒരു ദൂരം അല്ലേ? ഇതാണ് ഉത്തരം. ഒന്നുമില്ല, ABT/A+B, ABT/A+B. ക്ലിയർ അല്ലേ? നമുക്ക് 2 ചോദ്യം ചെയ്ത് നോക്കാം. എടാ, എക്സിൽ നിന്ന് വൈയിലോട്ട് 30 km/h പോയി, തിരിച്ച് വൈയിൽ നിന്ന് എക്സിലോട്ട് 50 km/h വന്നു. 2 യാത്രയ്ക്കും കൂടി 6 മണിക്കൂർ എടുത്താൽ എക്സും വൈയും തമ്മിലുള്ള ദൂരം എത്ര? ഒന്നുമില്ല. എടാ, ഒരിടത്തോട്ട് ഇന്ന വേഗത്തിൽ പോയി, തിരിച്ച് മറ്റൊരു വേഗത്തിൽ വരുന്നു, 2 യാത്രയ്ക്കും കൂടി ഇത്ര സമയം എടുക്കുന്നു എങ്കിൽ ഒരു ദൂരം എത്ര എന്ന് ചോദിച്ചാൽ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ABT/A+B. പറയടാ, ABT/A+B. ABT/A+B. A എന്ന് പറഞ്ഞാൽ 30, B എന്ന് പറഞ്ഞാൽ 50, T എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന 6 ഡിവൈഡഡ് ബൈ A+B. 30+50 എന്ന് പറഞ്ഞാൽ 80. കഴിഞ്ഞ് 0 0 വെട്ടി. 2 കൊണ്ട് വെട്ടുമ്പം ഇവിടെ 4 വട്ടം, ഇവിടെ 3 വട്ടം, വീണ്ടും നമുക്ക് 2 കൊണ്ട് വെട്ടാം അല്ലേ? ഇവിടെ 2 കൊണ്ട് വെട്ടുമ്പം ഇവിടെ 2 വട്ടം, ഇവിടെ 30-നകത്ത് 15 വട്ടം. ഇനി 2 കൊണ്ട് വെട്ടാൻ പറ്റില്ല, നമുക്ക് ഗുണിച്ചിട്ട് അതിൻ്റെ പകുതി എടുത്താൽ മതി. 15 × 5 75, 75 × 3 എന്ന് പറഞ്ഞാൽ 225 അല്ലേ? 75 3 എന്ന് പറഞ്ഞാൽ 225. 225-ൻ്റെ പകുതി, 225-ൻ്റെ പകുതി. ഓക്കെ, അപ്പോൾ 225-ൻ്റെ പകുതി എടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു തവണ, ഇവിടെ ഒരു തവണ, ഇവിടെ ഒരു തവണ, 2 വട്ടം, ശിഷ്ടം 1, 10-നകത്ത് 5 വട്ടം, 112.5. 112.5 കിലോമീറ്ററാണ് ശരി ഉത്തരം. ഒരു ദൂരം മാത്രം. ശരിയല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ ആണെന്ന് കരുതട്ടെ. ഓക്കെ, നമുക്കിതാ അടുത്തൊരു ചോദ്യം പരിശോധിക്കാം. തിരുവനന്തപുരം ടു കൊല്ലം 80 km/h, കൊല്ലം ടു തിരുവനന്തപുരം 120 km/h. 2 യാത്രയ്ക്കും കൂടി 9 മണിക്കൂർ എടുത്താൽ തിരുവനന്തപുരം കൊല്ലവും തമ്മിലുള്ള ദൂരം. ഒന്നുമില്ല, നമ്മൾ ചെയ്യും ABT/A+B. കഴിഞ്ഞ് 80 × 120 × 9 ബൈ A+B. 80 + 120 എന്ന് പറഞ്ഞാൽ 200. 80 + 120 മക്കളെ 200. 0 0 പോയി, 0 0 പോയി. 2-നകത്ത് 2 ഒരു തവണ, 12-നകത്ത് 6 തവണ, 6 9 54. 54 × 8, 54 × 8. ശരി, 8 4 32, 2 ശിഷ്ടം 3, 8 5 40, 43 43, 432. 432 കിലോമീറ്ററാണ് ഒരു ദൂരം. കഴിഞ്ഞ്. എളുപ്പമല്ലേ? മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതട്ടെ. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ തൽക്കാലം ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും ഇതേപോലെ ചോദിക്കുന്ന ചോദ്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ.